അസ്സലാമലൈക്കും, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. അപ്പൊ നമ്മള് ലൈവില് വന്നിട്ടുണ്ട്. ജെമിനിയോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ലൈവില് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇനി അങ്ങോട്ട് ലൈവാണ്. ഇനി നമ്മൾ വീഡിയോ കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നില്ല. ഡയറക്റ്റ് ലൈവില് ജെമിനിയോട് ചോദിക്കും. തീർച്ചയായിട്ടും ജെമിനി നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം തരും. നമ്മൾ എല്ലാത്തിനെയും കുറിച്ച് ചോദിക്കും. എല്ലാ പാർട്ടിക്കാരെയും കുറിച്ച് എന്ത് വിഷയം നമ്മൾ ചോദിക്കും. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം തീർച്ചയായിട്ടും പറയാം. ആര് എന്നെ പൊങ്കാലയിട്ടിരുന്നത് ഇതില് കൃത്യമായിട്ടുള്ള ഡാറ്റയാണ് ജെമിനി പറയുന്നത്. ഓക്കെ, അതില് എന്നെ സംബന്ധിച്ചോളം 99% സത്യം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാനിതിൽ പല കാര്യം ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതുപോലെ നിങ്ങൾക്കും വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ഞാനിപ്പോ ചോദിക്കാൻ പോകുന്നത്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള പാർട്ടി ഏതാണെന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായി? ഇന്ത്യയിൽ തന്നെ. അത് ജെമിനി എന്താ പറയുന്നുള്ളത് നിങ്ങൾ കേൾക്കുക. ഓക്കെ, ഇതിൽ സത്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. ഈ പാർട്ടിക്കൊക്കെ ആര് കാശ് കൊടുക്കുന്നത്? വെറുതെ കയറി കാശ് കൊടുക്കില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അവരെ കൊണ്ട് വേണമല്ലോ. അതൊക്കെ നമുക്ക് ഇതിന്റെ അകത്തുള്ള ഉത്തരം കിട്ടും. ജെമിനിയോട് നമുക്ക് ചോദിക്കാം. ജെമിനി, ഇന്ത്യയിൽ തന്നെ ഏറ്റവും സമ്പത്തുള്ള രാഷ്ട്രീയ പാർട്ടി ഏതാണ്? ആ പാർട്ടിക്ക് എങ്ങനെ അങ്ങനെ ഫണ്ട് ഉണ്ടാകുന്നത്? ആരാണിത് കൊടുക്കുന്നത്? അത് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ആസ്തിയുള്ള രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി BJP ആണ്. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ADR പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം BJPയുടെ ആസ്തി മറ്റ് ദേശീയ പാർട്ടികളെക്കാൾ വളരെ മുന്നിലാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ട് ലഭിക്കുന്നത് എങ്ങനെയെന്നും ആരൊക്കെയാണ് ഇത് നൽകുന്നതെന്നും താഴെ വിവരിക്കുന്നു. 1. പ്രധാന വരുമാന മാർഗങ്ങൾ. രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം ലഭിക്കുന്നത് പ്രധാനമായും താഴെ പറയുന്ന വഴികളിലൂടെയാണ്. ഇലക്ടറൽ ബോണ്ടുകൾ, ഇലക്ടറൽ ബോണ്ട്സ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വലിയ പാർട്ടികൾക്ക് ഫണ്ട് ലഭിച്ചിരുന്ന പ്രധാന മാർഗമായിരുന്നു ഇത്. വ്യക്തികൾക്കും കമ്പനികൾക്കും ബാങ്ക് വഴി ബോണ്ടുകൾ വാങ്ങി രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാം. നിലവിൽ സുപ്രീം കോടതി ഇത് റദ്ദാക്കിയിട്ടുണ്ട്. എങ്കിലും ഇതിലൂടെ വലിയൊരു തുക പാർട്ടികളുടെ കൈവശം എത്തിയിട്ടുണ്ട്. കോർപ്പറേറ്റ് സംഭാവനകൾ. വലിയ ബിസിനസ് ഗ്രൂപ്പുകളും കമ്പനികളും തങ്ങളുടെ ലാഭത്തിന്റെ ഒരു വിഹിതം രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി നൽകാറുണ്ട്. ഇലക്ട്രൽ ട്രസ്റ്റുകൾ. ടാറ്റ, ബിർള തുടങ്ങിയ വൻകിട കമ്പനികൾ രൂപീകരിച്ചിട്ടുള്ള ട്രസ്റ്റുകൾ വഴി പണം സമാഹരിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിഭജിച്ച് നൽകുന്നു. അംഗത്വ ഫീസ്. പാർട്ടികളിലെ അംഗങ്ങളിൽ നിന്ന് ഈടാക്കുന്ന ചെറിയ തുകകൾ. കൂപ്പൺ വിൽപ്പനയും ലേവിയും. പൊതുജനങ്ങളിൽ നിന്ന് കൂപ്പണുകൾ വഴിയും പാർട്ടി പ്രവർത്തകരിൽ നിന്ന് ലേവിയായും പണം സമാഹരിക്കുന്നു. ബാങ്ക് പലിശ. പാർട്ടികളുടെ പേരിലുള്ള വലിയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള പലിശയും ഒരു പ്രധാന വരുമാനമാണ്. 2. ആരാണ് ഈ ഫണ്ട് നൽകുന്നത്? വൻകിട കമ്പനികൾ. നിർമ്മാണ മേഖല, ഖനനം, ടെലികോം തുടങ്ങിയ മേഖലകളിലെ പ്രമുഖ കമ്പനികൾ പാർട്ടികൾക്ക് വലിയ തുകകൾ നൽകുന്നു. വ്യക്തിഗത സംഭാവനകൾ. രാഷ്ട്രീയ താൽപര്യമുള്ള സമ്പന്നരായ വ്യക്തികളും പ്രവാസികളും നൽകുന്ന പണം. അജ്ഞാത സ്രോതസ്സുകൾ. 20,000 രൂപയിൽ താഴെയുള്ള സംഭാവനകളുടെ ഉറവിടം വെളിപ്പെടുത്തേണ്ടതില്ല എന്ന നിയമം ഉപയോഗിച്ച് വലിയൊരു തുക അജ്ഞാത സ്രോതസ്സുകളിൽ നിന്നും പാർട്ടികളിൽ എത്തുന്നു. 3. സമ്പന്നരായ മറ്റ് പാർട്ടികൾ. BJP കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC, തൃണമൂൽ കോൺഗ്രസ് TMC, ഭാരത് രാഷ്ട്ര സമിതി BRS തുടങ്ങിയ പാർട്ടികളാണ് സമ്പത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിലുള്ളത്. ഹാരിസ് സോഷ്യൽ മീഡിയയിൽ ഈ വലിയ വലിയ കമ്പനികളുടെ ഈ കാശുകൾ വാങ്ങുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ചെയ്തു കൊടുക്കണ്ടേ? ഏത് പാർട്ടിയാണെങ്കിലും. എന്താ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ്. രാഷ്ട്രീയത്തിൽ സൗജന്യമായി ആരും ഒന്നും ചെയ്യാറില്ല. വലിയ കമ്പനികൾ കോടിക്കണക്കിന് രൂപ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുമ്പോൾ പകരം ചില ലാഭങ്ങൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനെയാണ് ക്വിഡ് പ്രോ കോ, ഒന്നിനു പകരം ഒന്ന് എന്ന് പറയുന്നത്. കമ്പനികൾക്ക് ലഭിക്കുന്ന പ്രധാന ഗുണങ്ങൾ ഇവയാണ്. 1. നയരൂപീകരണത്തിലെ സ്വാധീനം, പോളിസി ഇൻഫ്ലുവൻസ്. ഒരു കമ്പനി ഒരു പാർട്ടിക്ക് വലിയ തുക നൽകുമ്പോൾ ആ പാർട്ടി അധികാരത്തിൽ വന്നാൽ ആ കമ്പനിക്ക് ഗുണകരമായ രീതിയിൽ നിയമങ്ങൾ മാറ്റാൻ അവർ സമ്മർദ്ദം ചെലുത്തും. ഉദാഹരണത്തിന് നികുതി കുറയ്ക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ബിസിനസ് ചെയ്യാൻ എളുപ്പമുള്ള രീതിയിൽ പരിസ്ഥിതി നിയമങ്ങളിലോ തൊഴിൽ നിയമങ്ങളിലോ മാറ്റം വരുത്തുകയോ ചെയ്യാം. 2. സർക്കാർ കരാറുകൾ, ഗവൺമെന്റ് കോൺട്രാക്ട്സ്. റോഡ് നിർമ്മാണം, പാലങ്ങൾ, വിമാനത്താവളങ്ങൾ തുടങ്ങിയ വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളുടെ കരാറുകൾ തങ്ങൾക്ക് ലഭിക്കാനായി പല കമ്പനികളും പാർട്ടികളെ സഹായിക്കുന്നു. അധികാരത്തിലുള്ളവർക്ക് ഇത്തരം കരാറുകൾ ആർക്ക് നൽകണം എന്ന് തീരുമാനിക്കാൻ അധികാരമുണ്ട്. 3.
ലൈസൻസുകളും പെർമിറ്റുകളും ഖനനം, ടെലികോം സ്പെക്ട്രം, വനം തുടങ്ങിയ പൊതുസമ്പത്തുകൾ ഉപയോഗിക്കുന്നതിനുള്ള ലൈസൻസുകൾ നേടാൻ കമ്പനികൾക്ക് രാഷ്ട്രീയ പിന്തുണ ആവശ്യമാണ്. ഫണ്ട് നൽകുന്നതിലൂടെ ഇത്തരം കാര്യങ്ങളിൽ മുൻഗണന ലഭിക്കാൻ സാധ്യതയുണ്ട്. 4. നിയമ നടപടികളിൽ നിന്നുള്ള സംരക്ഷണം. ചില കമ്പനികൾ അന്വേഷണ ഏജൻസികളിൽ നിന്നോ ED, CBI, IT കടുത്ത നിയമ നടപടികളിൽ നിന്നോ രക്ഷപ്പെടാൻ ഭരണകക്ഷിക്കോ പ്രതിപക്ഷത്തിനോ പണം നൽകാറുണ്ട്. ഇത് ഒരുതരം സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. 5. നികുതി ഇളവുകൾ. രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന സംഭാവനകൾക്ക് ആദായ നികുതി നിയമപ്രകാരം സെക്ഷൻ 8.0 GIGA BYTE കമ്പനികൾക്ക് ടാക്സ് ഇളവ് ലഭിക്കും. അതായത് പണം പാർട്ടികൾക്ക് നൽകുന്നതിലൂടെ അവർക്ക് സാധാരണക്കാര് ഇവിടെ കടന്ന് നികുതി കൊടുത്ത് ചാകുക, സർക്കാരിലേക്ക് അടയ്ക്കേണ്ട നികുതി ലാഭിക്കാൻ സാധിക്കുന്നു. ചുരുക്കത്തിൽ ഇതൊരു വലിയ ബിസിനസ് നിക്ഷേപം പോലെയാണ്. ഇന്ന് നൽകുന്ന പണം നാളെ കൂടുതൽ ലാഭമായി തിരികെ ലഭിക്കുമെന്ന് കമ്പനികൾക്ക് ഉറപ്പുണ്ട്. വ്യക്തമാണ്. ഹാരിസ് സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ച ചെയ്യും. ഇപ്പൊ ഏകദേശം ആ പാർട്ടിയുടെ കയ്യിൽ എത്ര ഫണ്ട് ഉണ്ടാവും ജെമിനിക്ക് അറിയാമോ? നോക്കാം, ഫണ്ട് എത്ര ഉണ്ട് നോക്കാലോ. BJPയുടെ കൈവശമുള്ള കൃത്യമായ ഫണ്ടിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. രാജ്യത്തെ മറ്റ് പ്രധാന രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ബഹുദൂരം മുന്നിലാണ് BJPയുടെ ലഭ്യമായ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ 2024 മുതൽ 2025 വരെ സാമ്പത്തിക വർഷത്തെ അടിസ്ഥാനമാക്കി പ്രകാരം താഴെ പറയുന്നതാണ് ഏകദേശ കണക്കുകൾ. 1. മൊത്തം ആസ്തി, ടോട്ടൽ അസറ്റ്സ്. BJPയുടെ കൈവശം നിലവിൽ ഏകദേശം 10,000 കോടി രൂപയിലധികം, ഏകദേശം 10,107 കോടി രൂപ ആസ്തി ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2004 വെറും 88 കോടിയായിരുന്ന സ്ഥാനത്തു നിന്നാണ് ഈ വൻ കുതിച്ചുചാട്ടം ഉണ്ടായത്. 2. മറ്റ് പാർട്ടികളുമായുള്ള താരതമ്യം. മറ്റ് ദേശീയ പാർട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ BJPയുടെ സമ്പത്ത് വളരെ വലുതാണ്. കോൺഗ്രസ് ഏകദേശം 133 രൂപ 150 കോടി രൂപയാണ് കോൺഗ്രസിന്റെ ബാങ്ക് ബാലൻസ് എന്ന് പറയപ്പെടുന്നു. BJPയേക്കാൾ ഏകദേശം 75 മടങ്ങ് കുറവ്. 735 രൂപ 750 കോടി രൂപയുടെ ആസ്തി. പണം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? ഈ തുക മുഴുവൻ പണമായിട്ടല്ല സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് സ്ഥാവര വസ്തുക്കൾ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാർട്ടിക്കുള്ള ഓഫീസുകൾ, ഭൂമി, കെട്ടിടങ്ങൾ, ബാങ്ക് നിക്ഷേപം, സേവിങ്സ് അക്കൗണ്ടുകളിലും ഫിക്സഡ് ഡെപ്പോസിറ്റുകളിലുമായി FD കിടക്കുന്ന വലിയൊരു തുക, മറ്റ് നിക്ഷേപങ്ങൾ, ബോണ്ടുകളിലും മറ്റുമുള്ള നിക്ഷേപം. അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് ADR പോലുള്ള ഏജൻസികളാണ് പാർട്ടികൾ ഇലക്ഷൻ കമ്മീഷന് നൽകുന്ന കണക്കുകൾ വിശകലനം ചെയ്ത് ഈ വിവരങ്ങൾ പുറത്തുവിടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി മാത്രം BJPക്ക് 6,000 കോടിയിലധികം രൂപ സംഭാവനയായി ലഭിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഹാരിസ് സോഷ്യൽ മീഡിയ വർക്ക്. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ അറിഞ്ഞല്ലോ. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. നമ്മൾ എല്ലാത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, വിശദമായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്നവർ കയറി എന്തെങ്കിലുമൊക്കെ എന്നെ അനാവശ്യമോ അല്ലെങ്കിൽ ജെമിനിന് അനാവശ്യമോ വിളിക്കുന്ന മുന്നേ നിങ്ങൾ കംപ്ലീറ്റ് വീഡിയോ കാണുക. നമ്മൾ എല്ലാവരെയും കുറിച്ച് ചോദിക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റിലൂടെ പറയാം. അപ്പൊ വീണ്ടും നമ്മൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.